ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു എഗ്ഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണിത്. വെറും 10 മിനിറ്റ് മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മുട്ട എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ തന്നെ പകുതി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മയോണൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കി വെച്ചേക്കുന്ന 2 മുട്ട എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുട്ടയെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് സവാള ചെറിയതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 1/2 കപ്പിനും താഴെ സവാളയുടെ പകുതി മതി, ഒരു പകുതി തക്കാളി എടുത്തേ, അതും ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് ഇല്ലേ, അത് മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കിതിലെ ഈ ഒരു കൂട്ടിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ. ഇതിപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ സോസ് ഉള്ളവർ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ടോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ചെടുത്തൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണമെന്ന് മാത്രം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നേരമൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ ചെയ്തെടുക്കുന്നു കേട്ടോ. ആദ്യം ഞാൻ 2 ബ്രെഡ് വെച്ചാട്ടോ ചെയ്തേ, പക്ഷേ പിന്നെ നോക്കിയപ്പം പാനിൽ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 3 വെച്ച് ചെയ്തു കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് മറ്റൊരു പീസും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രസ് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് വേറൊരു പ്ലേറ്റായിട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോസ്റ്റ് ചെയ്ത ബ്രെഡ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയതുകൊണ്ട്, ഓൾറെഡി സോഫ്റ്റായ ബ്രെഡായിരുന്നു, അപ്പോൾ ടോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ടോസ്റ്റ് ചെയ്തെല്ലാം ഞാനങ്ങനെ ഫില്ല് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്യാത്ത ബ്രെഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫില്ലിങ് കൊടുത്തിട്ട് വേറൊരു പീസ് ബ്രെഡും കൂടെ അതിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഒന്ന് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ബ്രൗൺ കളറിലെ പോർഷൻ്റെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ഒന്ന് മാറ്റിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ബ്രെഡ് കാണാനായിട്ട്. ഇനി അത് നടുക്കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റി കേട്ടോ, ടോസ്റ്റ് ചെയ്യാത്തതായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടി ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കായിരുന്നു കേട്ടോ ഇത്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം. ബ്രെഡും മുട്ടയും മാത്രം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.